نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചു വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ അൽ ഉസൂൽ അസ്സലാസ എന്ന് പറയുന്ന കിതാബിൻ്റെ ചെറിയൊരു വിശദീകരണമാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതിൻ്റെ ബാക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് നിർബന്ധമായും വിശ്വാസികൾ പഠിക്കേണ്ട നാല് മസ്അലകൾ. അതിലൊന്ന് അൽ ഇൽം, അറിവാണ്. പിന്നെ അറിവിനെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. അറിവിൽ 3 കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച്. നമ്മൾ അള്ളാഹിനെ സംബന്ധിച്ച് എങ്ങനെ അറിയുക? ബിൽ ആയാത്തുൽ കൗനിയ്യ വൽ ആയാത്തു ശർഇയ്യ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്. രണ്ടാമത് മഅരിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അറിയുക. എന്താ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അറിയേണ്ടത്? ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുഹമ്മദിയത്ത്, 2 റസൂലുള്ളാഹി തങ്ങളുടെ അബ്ദിയത്ത്, 3 റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്ത് എന്നിത്യാദി കാര്യങ്ങൾ. പിന്നെ നമ്മൾ അവസാനമായി സൂചിപ്പിച്ചത് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. അവിടെ മുതലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുള്ള പറയാണ്, അപ്പം നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട മസ്അലകളിൽ മൂന്നാമത്തത് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. നമ്മൾ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണം, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. ബിൽ അദില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിനൊക്കെ തെളിവ് വേണം. എല്ലാത്തിനും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം. ഉദാഹരണത്തിന്, ഒരാൾ വുളൂ ചെയ്യുമ്പോൾ, നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരാണ്, നിസ്കരിക്കുമ്പോൾ വുളൂ ചെയ്യുമ്പോൾ ഒരാൾ തല ഇങ്ങനെ തടവി, ഒരാൾ ഇങ്ങനെ തടവി, വേറൊരാൾ 3 പ്രാവശ്യം ഇങ്ങനെ തടവി. ഇപ്പം നമ്മൾ ചോദിക്കും, നീ എന്തുകൊണ്ട് ഇങ്ങനെ 3 പ്രാവശ്യം തടവി? മറ്റേ ആളോട് നീ എന്തുകൊണ്ട് ഇങ്ങനെ മുഴുവനായിട്ട് തടവി എന്ന് ചോദിച്ചാൽ, ഞാൻ എന്തുകൊണ്ട് തടവി എന്നതിൻ്റെ തെളിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനാണ് ഇൽമ് എന്ന് പറയാം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ദലീല് വേണം, തെളിവ് വേണം. അതിനാണ് അറിവ് എന്ന് പറയാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിന് സമാധാനം, തുമനീനത്തുണ്ടാവും. എന്തുകൊണ്ടെന്ന് അറിയോ? ആ ചെയ്യുന്ന കാര്യം ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. തെളിവില്ലാതെ അയാൾ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേട്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് വായിച്ചു, നമുക്കൊരു തുമനീനത്തുണ്ടാവില്ല. ഇപ്പോൾ മനസ്സിന് പ്രയാസം ഉണ്ടാവും അമലുകൾ ചെയ്യുമ്പോൾ. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ നമ്മുടെ മനസ്സിന് തുമനീനത്ത് കിട്ടും, സമാധാനം കിട്ടും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ പഠിക്കണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് മഅരിഫത്തുല്ലാഹ്, 2 മഅരിഫത്തുൻ നബി, 3 മഅരിഫത്തു ദീനിൽ ഇസ്ലാം. ഈ 3 കാര്യങ്ങൾ, ഈ 3 കാര്യത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ 3 കാര്യങ്ങളാണ് ദുനിയാവിൽ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യാനുള്ളതും നാളെ മഹ്ശറയിൽ ഖബറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതും ഈ 3 കാര്യങ്ങളാണ്. ഇമാം അഹ്മദ് റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദീർഘമായ ഹദീസാണ്, അതിലൊരു ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്തിനു വെച്ചാൽ നമ്മൾ വജൂൽ ഇസ്തിഷ്ഹാദ്, നമ്മുടെ വിഷയം എന്താണ്? ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് പറയലാണ്. അപ്പം ഈ 3 കാര്യം പഠിക്കൽ അനിവാര്യമാണ് എന്ന് അറിയിക്കുന്ന ആ ഭാഗം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫയഅതീഹി അൽ മുഅ്മിൻ, ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാളെ മറമാടി കുടുംബക്കാരൊക്കെ തിരിച്ചു പോയാൽ റസൂൽ പറയാണ്, ഫയഅതീഹി അൽ മുഅ്മിനി മലകാനി,
ആ മുഅ്മിന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. ഫയുജ്ലിസാനിഹി, എന്നിട്ട് ആ മലക്കാനി, രണ്ട് മലക്കുകൾ വരും. എന്നിട്ട് ഫയുജ്ലിസാനിഹി, ആ മലക്കുകൾ ആ മനുഷ്യനെ പിടിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് ആ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഒന്നാമത്തെ ചോദ്യം. അപ്പൊ അതാണ് മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അവിടെ നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ഫയഖൂലു, അപ്പൊ ആ മുഅ്മിനായ മനുഷ്യൻ പറയും, റബ്ബി അല്ലാഹ്, അള്ളാഹു ആണ് എൻ്റെ റബ്ബ്. ആരാ പറയാ? മുഅ്മിൻ. ആ മുഅ്മിൻ എന്തായിരിക്കണം? അള്ളാഹിനെ സംബന്ധിച്ച് ദുനിയാവിൽ പഠിച്ചിരിക്കണം, ജീവിതത്തിൽ അള്ളാഹുവിനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കണം. അങ്ങനെയുള്ളവൻ ഓൻ പറയും റബ്ബി അല്ലാഹ്, അള്ളാഹു ആണ് എൻ്റെ റബ്ബ്. ഫയഖൂലാനി ലഹു, രണ്ടാമതായി ആ മലക്കുകൾ അവനോട് ചോദിക്കും, മാ ദീനുക, എന്താണ് നിന്റെ ദീൻ, ഏതാണ് നിന്റെ മതം, നീ ദുനിയാവിൽ എന്ത് മതം അനുസരിച്ച് കൊണ്ടാണ് ജീവിച്ചിരുന്നത്? അപ്പൊ മനുഷ്യൻ പറയും, മുഅ്മിനായ മനുഷ്യൻ പറയും, ദീനി അൽ ഇസ്ലാം, ഇസ്ലാം ആയിരുന്നു എൻ്റെ മതം, അല്ലേ? ഇസ്ലാമായിരുന്നു എൻ്റെ ജീവിത രീതി. മതം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ, മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ അള്ളാഹു സജ്ജമാക്കിയിട്ടുള്ള ഒരു ജീവിത സംഹിത രേഖ, അതിനാണ് മതം എന്ന് പറയുന്നത്. ദുനിയാവിൽ അള്ളാഹിൻ്റെ അടിമകൾ നമ്മൾ ജീവിക്കുന്ന അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധൂകരിക്കുന്ന, അള്ളാഹു നമുക്ക് സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ജീവിത രേഖ, അതാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞത്, റസൂൽ എങ്ങനെ കാണിച്ചു തന്നത്, അത് മാത്രമേ ദീനാകൂ. കാരണം അള്ളാഹുണല്ലോ അള്ളാഹിന്റെ മാർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു തരേണ്ടത്. അപ്പൊ അത് മാത്രമേ ദീനാകൂ. അതുകൊണ്ടാണ് പ്രത്യേകം പറയാൻ കാരണം. ചോദിക്കും, ഏതാണ് നിന്റെ മതം, ഏതാണ് നിന്റെ ദീൻ? അപ്പൊ പറയും ദീനി അൽ ഇസ്ലാം, ഇസ്ലാം ആകുന്നു എൻ്റെ മതം. ഇനി ഇസ്ലാം അല്ലാത്ത മറ്റു മതമാണ് ഒരാൾ സ്വീകരിച്ചതെങ്കിലോ, ദുനിയാവിൽ ജീവിത രീതിയെ സ്വീകരിച്ചതെങ്കിലോ, ഫലൻ യുഖ്ബല മിൻ, അല്ലാഹു അവനെ സ്വീകരിക്കൂല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് തീരാ നഷ്ടത്തിൽപ്പെട്ട ആളുമായിരിക്കും അവൻ. രണ്ടായി. മൂന്നാമത് ഫയഖൂലാനി ലഹു, മൂന്നാമതായി ആ മലക്കുകൾ അവനോട് ചോദിക്കും, മാ ഹാദർ റജുൽ അല്ലദീ ബുഇസ ഫീകും. ഇത് ചില റിവായത്തുകൾ കാണാം, റസൂലുള്ളാഹി തങ്ങളുടെ രൂപം കാണിച്ചു കൊടുക്കും, സുവരെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, മാ ഹാദർ റജുൽ, ഈ വ്യക്തി ആരാണ്? അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്? ഫയഖൂലു, അപ്പൊ മുഅ്മിൻ പറയും, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിച്ച, മനസ്സിലാക്കിയ, റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്ത ആ മനുഷ്യൻ പറയും, ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്, എന്നിലേക്ക് നിയോഗിക്കപ്പെട്ട എൻ്റെ നേതാവാണ് എന്ന് ആ മുഅ്മിനായ മനുഷ്യൻ പറയും. ഇതാണ് നമ്മൾ ഈ കിതാബിന്റെ ആകെ ചുരുക്കം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, പഠിക്കൽ മനുഷ്യൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇൽമാണ്. ഇൽമിലെല്ലാം മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തു നബി, മഅരിഫത്തു ദീനിൽ ഇസ്ലാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നാളെ ഖബറിൽ മനുഷ്യനോട് ചോദിക്കപ്പെടുന്നത്. ഈ ഹദീസ് അതിന്റെ അടിസ്ഥാനം. രണ്ടാമതൊരു മസ്അല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ദീനുൽ ഇസ്ലാം പഠിക്കണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന സാധാ ജനങ്ങൾ, പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഗവേഷകന്മാരൊന്നും അല്ലാത്ത സാധാ ജനങ്ങൾ, ഈ സാധാരണ ജനങ്ങൾക്ക് എല്ലാത്തിനും തെളിവറിയോ? അയാൾ മുവഹിദായിരിക്കും, മുത്തബി സുന്നയായിരിക്കും, നല്ല മുവഹിദായിരിക്കും. അയാൾ ജീവിതത്തിൽ സുന്നത്തിന് ഫോളോ ചെയ്ത് ജീവിക്കുന്ന മുത്തബി സുന്നയും കൂടി ആയിരിക്കും. എല്ലാത്തിനും തെളിവ് അയാൾക്ക് അറിയോ? അപ്പൊ ചോദ്യം, ഒരാള് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾ അള്ളാഹുവിനെ വഹ്ദാനിയത്ത് അംഗീകരിക്കുകയും അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും മുവഹിദായി ജീവിക്കുകയും റസൂലുള്ളാഹി തങ്ങളെ അവന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ഇതാണ് എന്ന് പഠിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്ത ഒരാൾ, അയാളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയും? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണമെന്നാണ് നമ്മൾ ഷെയ്ഖ് പറഞ്ഞത്. അപ്പൊ തെളിവില്ലാതെ ഒരാൾ പഠിച്ചാൽ അയാൾക്ക് മുസ്ലിം എന്ന് പറയോ, മുഅ്മിൻ എന്ന് പറയോ? അപ്പൊ പണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് പറയാണ്, ഒരാള് സാധാരണക്കാരൻ, അദ്ദേഹം തെളിവൊന്നില്ലാതെ അള്ളാഹുവിനെ ഏകനായി അംഗീകരിക്കുകയും അത് പഠിക്കുകയും റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്താൽ അയാൾ മുസ്ലിമാണ്, മുത്തബി സുന്നയാണ്, സ്വർഗത്തിന് അർഹനും ആണ്. ബാക്കി അള്ളാഹിന്റെ അടുക്കലാണ്. കാരണം തെളിവ് പഠിക്കണം നമ്മൾ. എന്തിന്? ചില കാര്യങ്ങളുണ്ട് അല്ലെ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ചില കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. ഉദാഹരണത്തിന് അഖീദ.
അഖീദയുടെ കാര്യത്തിൽ തഖ്ലീദ് ഹറാമാണ്, പാടില്ലാത്തതാണ്. തഖ്ലീദ് പാടില്ലാത്തതാണ്. തഖ്ലീദ് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലെ തഖ്ലീദ് ഒന്ന്. രണ്ടാമത്തത് അഖീദപരമായ മസ്അലകളിലെ തഖ്ലീദ്. കർമ്മപരമായ മസ്അലയിൽ നമ്മൾ തഖ്ലീദ് ചെയ്യണോ വേണ്ടി എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പറ്റൂല എന്ന് പറഞ്ഞവരുമുണ്ട്. ചിലർക്ക് പറ്റും, ചില ആൾക്കാർക്ക് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. അതാണ് കൂടുതൽ റാജിഹായ അഭിപ്രായം. രണ്ടാമത്തത് അഖീദപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ, അതിൽ തഖ്ലീദ് പാടേ പറ്റൂല. അത് ഇജ്മാഅൻ, പണ്ഡിതന്മാർക്ക് ഇത്തിഫാഖുള്ള മസലയാണ്. അഖീദയിൽ തഖ്ലീദ് പാടില്ല. കാരണം അഖീദയിൽ നമ്മൾ ഓരോ മസലയും എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ദലീൽ അനിവാര്യമാണ്. അത് സാധാരണ ജനങ്ങളും പഠിക്കൽ അനിവാര്യമാണ്. അതിന് ദീനിൽ സാധാരണ മഅലൂമുൻ ബിദ്ദീനി ബിദ്ദറൂറ എന്നാണ് പറയാ. ദീനിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം അള്ളാഹു ഏകനാണ്. ഒരാൾ അംഗീകരിച്ചു. തെളിവെന്താ? അള്ളാഹു ഏകനാണെന്ന് തെളിവെന്താ? റഹ്മാൻ അള്ളാഹു ഏകനാണെന്ന് തെളിവ് പറഞ്ഞു. വല്ലാഹു അല്ലദീ ലാ ഇലാഹ അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലേ? അവർ അഖീദയുടെ വിഷയങ്ങളിൽ ഓരോന്നും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട മസലയുണ്ടാവും, അനിവാര്യമില്ലാത്തതുണ്ടാവും. നമ്മൾ മുമ്പ് ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൽമെല്ലാം എല്ലാവരും പഠിക്കേണ്ടതില്ല, അല്ലേ? വാജിബായതുണ്ട്, മുസ്തഹബ് വേർതിരിച്ചിട്ടുണ്ട്. അപ്പം നിർബന്ധമായി ഒരു വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട അഖീദപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളത് പഠിക്കണം എന്നാണ് പണ്ഡിതന്മാർ അഖീദയുടെ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദീനിന്റെ അറിവ് പഠിക്കുന്ന അള്ളാഹു യുക്ത പ്രാധാന്യം നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശ്രേഷ്ഠത നൽകിയതും അതുകൊണ്ടാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞില്ലേ, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, പിന്നെ ദീനിന്റെ ഇൽമു പഠിക്കുക എന്നുള്ളത് അതിനേക്കാൾ പുണ്യമുള്ള മുതതവ്വുആയ സുന്നത്തായ ഒരു അമലും വേറെയില്ല. അതേപോലെ ദീൻ പഠിക്കുന്ന അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കുന്ന, അതിനുവേണ്ടി ചെലവഴിക്കുന്ന മഷിത്തുള്ളികൾ ഒരു ജിഹാദ് ചെയ്യുന്ന ഷഹീദിന്റെ രക്തത്തുള്ളിയേക്കാൾ പവിത്രമാണ് എന്നും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ദീൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും ഫദ്ലുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരനാണെങ്കിലും അഖീദയുടെ വിഷയങ്ങൾ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അത് പൂർത്തിയായി. രണ്ടാമത്തത് നിർബന്ധമായും വിശ്വാസങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം അൽ അമലു ബിഹി. ഒന്നാമത്തത് ഇൽമ്, ആ ഇൽമിനെ സംബന്ധിച്ച് വിശദീകരിച്ച്. രണ്ടാമത്തത് അൽ അമലു ബിഹി, നമ്മൾ പഠിച്ച കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് രണ്ടാമത്തെ കാര്യം. അൽ അമലു ബിഹി, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. യഥാർത്ഥത്തിൽ ഇൽമിന്റെ ഫലമാണ് അമല്. ഇൽമുള്ള ഒരാൾക്ക് അമല് ചെയ്യാൻ പറ്റും, അല്ലേ? കൃഷി ഇറക്കിയവർക്ക് വിളവെടുക്കാൻ പറ്റും. അതേപോലെ ഇൽമുള്ളവർക്ക് അമൽ ചെയ്യാൻ പറ്റും. ഖുർആനിൽ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ. ഈ രണ്ട് വിഭാഗത്തിനെ പോലെ നിങ്ങളാകാൻ പാടില്ല. ഒന്നാമത്തെ വിഭാഗം നസ്രാണികളാണ്, ക്രിസ്ത്യന്മാരാണ്. ക്രിസ്ത്യന്മാർക്ക് ഇൽമില്ല, അമൽ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ നമുക്ക് തുല്യപ്പെടുത്താം. ഇൽമുണ്ടാവില്ല, അമൽ ഒരുപാട് ചെയ്യും. ഒരു ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിലേക്ക് പോകുന്ന വഴിമധ്യേ ഒരു ക്രിസ്തീയ പുരോഹിതനെ കണ്ടു. ആ ക്രിസ്തീയ പുരോഹിതൻ വയസ്സായിട്ടുണ്ട്, വാർദ്ധക്യത്തിലാണ്. അയാളിങ്ങനെ ഇരുന്നിട്ട് അയാളെ തൗറാത്ത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ കരഞ്ഞു. സഹാബാക്കളെ കൂടേണ്ടതെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനായി ചിന്തിച്ചു പോകണം. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ചില ആൾക്കാരുണ്ട് ദുനിയാവിൽ ഒരുപാട് അമൽ ചെയ്ത് ക്ഷീണിച്ച് അവശനായിട്ടായിരിക്കും പരലോകത്തേക്ക് വരിക. പരലോകത്ത് അവരുടെ മുഖത്ത് അമലിന്റെ ക്ഷീണം കാണാൻ പറ്റും, പക്ഷെ ഒരു ഫായിദ ഉണ്ടാവില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇൽമില്ലാത്ത അമല് അതാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഒരു അമല് സ്ഥിരപ്പെടണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നുകിൽ അള്ളാഹിന്റെ ഖുർആനിൽ സ്ഥിരപ്പെടണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെടണം. ഇത് രണ്ടും ഇല്ലാത്ത അമൽ നമ്മൾ സ്വീകരിക്കൂല. അപ്പോ ഒന്നാമത് ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഇൽമില്ല, അമൽ ഒരുപാടുണ്ട്, ഒരുപാട് ചെയ്തു കൂട്ടും, പക്ഷെ ഒന്നിനും തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കൂല. നമ്മൾ സമസ്തക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ജീവിതം മുഴുവനും ഇബാദത്തിലായിരിക്കും, പക്ഷെ ഇബാദത്തൊന്നും അസ്ലുണ്ടാവില്ല, സ്ഥിരപ്പെട്ടതായിരിക്കൂല. കുറെ മൗലൂദ് ഉണ്ടാവും, കുറെ റാത്തീബ് ഉണ്ടാവും, കുറെ ഹദ്ദാദ് ഉണ്ടാവും, ഒരുപാട് ഹൽക്കകളും മറ്റുള്ളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും എന്തുണ്ടാവില്ല, തെളിവുണ്ടാവില്ല.
സാധാരണ പണ്ഡിതന്മാരെ നസ്രാണികളോട് സദൃശ്യപ്പെടുത്തുക. ജീവിതത്തിൽ ഇൽമില്ല, അമൽ ഒരുപാടുണ്ടാവും. രണ്ടാമത്തെ കൂട്ടര് ഇൽമ ഒരുപാടുണ്ട്, പക്ഷെ അമലില്ല. പഠിക്കും, പക്ഷെ ഒന്നിനെന്തുണ്ടാവില്ല, അമലുണ്ടാവില്ല. അള്ളാഹു സദൃശ്യപ്പെടുത്തിയത് യഹൂദികളോടാണ്. യഹൂദികൾക്കെല്ലാം നല്ല വിവരമാണ് അല്ലേ? പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ, അവർക്ക് പ്രവാചകന്മാരെ അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്നപ്പോൾ യഹൂദികൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു, ഇത് അന്ത്യപ്രവാചകനാണ്, അവരുടെ കിതാബിൽ പറയപ്പെട്ട പ്രവാചകനാണ് എന്നവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ ചില ആയത്തുകളിൽ ഇമാം സമഅനി റഹ്മത്തുള്ളാഹി തഫ്സീർ കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്തിന്റെ തഫ്സീർ കൊടുത്തപ്പോൾ യഹൂദികൾ മക്കയിൽ നിന്നും അവര് മക്കത്തെ മുശ്രിക്കോട് ഖുറൈശികളോട് വീമ്പ് പറയുമായിരുന്നു, നമ്മുടെ കിതാബിൽ പറയപ്പെട്ട ഒരു പ്രവാചകൻ വരാനുണ്ട്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ നമ്മൾ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്നാര് പറയാറുണ്ടായിരുന്നു? യഹൂദികൾ ഖുറൈശിയോട് പറയാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത്ര ബോധ്യം ഉണ്ടായിരുന്നു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത്. ഒരുപാട് പ്രവാചകന്മാർ ബനൂ ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെ ധാരണ അതും ബനൂ ഇസ്രായേലിലേക്കായിരിക്കും വരാനിരിക്കുക ഈ പ്രവാചകൻ. അവർ പ്രതീക്ഷിച്ചിരുന്നു. അവസാനം റസൂൽ വന്നു, നബിയായി വന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ വന്നത് അറബികൾക്കിടയിലാണ്. അതവർക്ക് താങ്ങാൻ പറ്റിയില്ല. ആ അസൂയ കാരണം കൊണ്ട് മാത്രമാണ് യഹൂദികൾ ഇസ്ലാം സ്വീകരിക്കാതെ മാറി നിന്നത്. തഫ്സീർ കിതാബിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് ഇത്. ഒരുപാട് തെളിവുകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. അതിലിതും വ്യക്തമാണ്. യഹൂദികൾ റസൂലുള്ളാഹിയെ പരിപൂർണമായും പ്രവാചകൻ അറിയാം, എന്നിട്ട് അംഗീകരിക്കാതെ അവർ അസൂയയും കിബറും കാരണം അവർ പ്രതീക്ഷിച്ചത് റസൂലുള്ളാഹി തങ്ങൾ ബനൂ ഇസ്രായേലിലേക്കാണ് വരിക, എന്നിട്ട് അവർ ഖുറൈശിനോട് യുദ്ധം ചെയ്ത് ഖുറൈശികളെ പരാജയപ്പെടുത്തും എന്നാണ് അവരുടെ മനസ്സിലുണ്ടായത്. പക്ഷെ അതല്ല സംഭവിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ അറബികൾക്കിടയിൽ വന്നു. അത് ആർക്ക് ക്ഷീണമുണ്ടാക്കി? യഹൂദികൾക്ക്. ഇത്ര ബോധ്യം ഉണ്ടായിട്ടും അവർ റസൂലിനെ അംഗീകരിച്ചില്ല. അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അവർക്ക് അവരുടെ മക്കളെക്കാൾ കൂടുതൽ പ്രവാചകൻ അറിയാമായിരുന്നു, എന്നിട്ടും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ഇൽമുണ്ട്, പക്ഷെ അമലില്ല. നമ്മൾ രണ്ടിനിടയിലായിരിക്കണം, മുത്തവസ്സിത്തായിരിക്കണം. ഇതാണ് ഈ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകത. അവർക്ക് ഇൽമുണ്ട്, ഇൽമിനനുസരിച്ചുള്ള അമലുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യം തെളിവിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് മെയിനായിട്ട് ഷെയ്ഖ് ഈ കിതാബ് സൂചിപ്പിക്കുന്നത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇൽമിന്റെ അടിസ്ഥാനം, തെളിവിന്റെ അടിസ്ഥാനത്തിൽ. അമലു ബിൽ ഇൽം, പഠിച്ച കാര്യം അമലിൽ കൊണ്ടുവരിക. അതാണ് രണ്ടാമത്തെ കാര്യമായി സൂചിപ്പിക്കുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഒരാൾക്ക് കുറച്ച് ഇൽമുണ്ട്, ആ ഉള്ള കുറച്ച് ഇൽമു കൊണ്ട് ഒരാൾ അമൽ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹു അയാളുടെ ഇൽമിൽ പ്രകാശപൂരിതമാക്കുന്നതാണ്, ഇൽമിൽ ബറക്കത്ത് നൽകുന്നതാണ്. ഉള്ള അമൽ കൊണ്ട് അമൽ ചെയ്യാൻ. നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. കിട്ടിയ ഇൽമു വെച്ച് അവർ അമൽ ചെയ്യുമായിരുന്നു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹദീസിന്റെ കിതാബാണ് മുസ്നദ് എന്ന് പറയുന്നത്. മുസ്നദ് ഇമാം അഹ്മദ്. മുസ്നദിന്റെ പ്രത്യേകത സഹാബാക്കളുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ക്രോഡീകരിച്ച കിതാബ്. ഉദാഹരണം, ഒന്നാമത്തെ പേര് അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച എല്ലാ ഹദീസും അതിന്റെ കീഴിൽ കൊണ്ടുവരും. അത് ചിലപ്പം വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത ബാബുകളിൽ സംസാരിച്ച ഹദീസായിരിക്കും, പക്ഷെ അതെല്ലാം ഓരോ സഹാബിയുടെ പേരിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഹദീസ്. അതിനാണ് മുസ്നദ് എന്ന് പറയാം. ഹദീസിന്റെ കിതാബുകൾ വ്യത്യസ്ത ശൈലികളിലാണ്. ഒന്നാമത്തെ ജാമിഅ. ജാമിഅ എന്ന് പറഞ്ഞാൽ ദീനിന്റെ തഹാറത്ത് മുതൽ കിതാബുൽ ജിഹാദ് വരെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഏതുപോലെ? സഹീഹ് ബുഖാരി പോലെ, സഹീഹ് മുസ്ലിം പോലെ. അതിന്റെ പ്രത്യേകത അതാണ്. അത് ബാബിന്റെ അടിസ്ഥാനം ക്രോഡീകരിച്ചു. ആദ്യം തുടങ്ങുന്ന ബാബു തഹാറ, തഹാറത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. പിന്നെ കിതാബു സലാ, നിസ്കാരവുമായി ബന്ധപ്പെട്ടത്, സക്കാത്ത്, ഹജ്ജ്, അവസാന കിതാബുൽ ജിഹാദ് വരെ എല്ലാം ബാബിന്റെ അടിസ്ഥാനം ക്രോഡീകരിച്ചു. ദീനിന്റെ എല്ലാ കാര്യങ്ങളും. ഒന്നാമത്തെ ജാമിഅ എന്നാണ് ഇതിന് പറയാം. രണ്ടാമത്തത് സുനൻ. സുനൻ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ മാത്രം ക്രോഡീകരിച്ചത്. അത് ഫിഖ്ഹ് ക്രോഡീകരിച്ച കിതാബ്. തുടങ്ങുന്നത് കിതാബു തഹാറത്തായിരിക്കും, അവസാനിക്കുന്നത് കിതാബു നിക്കാഹ്, കിതാബുൽ ഉസ്റ എന്നുമായി ബന്ധപ്പെട്ട ഹദീസുകളായിരിക്കും. അതാണ് തിർമിദി, അതേപോലെ സുനൻ അബി ദാവൂദ്, സുനൻ ഇബ്നു മാജ, ഇതൊക്കെ അതിലറിയപ്പെട്ട കിതാബുകളാണ്. അതിൽപ്പെട്ട ഒന്നാണ് മുസ്നദ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ സഹാബികളുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടത്. അങ്ങനെ പ്രസിദ്ധമായ കിതാബാണ് ഇമാം അഹ്മദ് റഹ്മഹുള്ളയുടെ അൽ മുസ്നദ് എന്ന് പറയുന്നത്.
ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് കിതാബിന്റെ ഓരോ ഹദീസുകൾ രേഖപ്പെടുത്തുമ്പോഴും അദ്ദേഹം പറയാണ്, ആ ഹദീസ് അദ്ദേഹം പഠിക്കും, അതിന്റെ സിഹത്ത് തേടിപ്പോകും. അത് അദ്ദേഹത്തിനൊക്കെ സ്ഥിരപ്പെട്ടാൽ അദ്ദേഹം ആ ഹദീസ് കിതാബിൽ എഴുതുന്നതിന് മുമ്പ് ആ ഹദീസ് അനുസരിച്ച് അദ്ദേഹം അമൽ ചെയ്തിരുന്നു എന്ന് കാണാം. കിതാബ് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം. സീറ അലാം നുബലായിൽ ഇമാം ദഹബി വിശദീകരിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം പറയാണ്, ഒരു ദിവസം അദ്ദേഹം ഒരു ഹദീസ് എഴുതി. ഹദീസ് ഏതാ അറിയോ? ഇഹ്തജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഅത ദീനാറൻ. റസൂലുള്ളാഹി തങ്ങൾ ഹിജാമ ചെയ്തു. ഹിജാമ എന്ന് അറിയില്ലേ? ഹിജാമ ചെയ്തു. ഹിജാമ ചെയ്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ ചെയ്ത വ്യക്തിക്ക് ഒരു ദീനാർ നൽകി പകരം. ഈ ഹദീസ് ഇദ്ദേഹം പഠിച്ചു. എന്നിട്ട് ഈ ഹദീസ് അമൽ ചെയ്യുന്നുണ്ട്. ബഗ്ദാദിന്റെ ഓരോ തെരുവുകളിലും അദ്ദേഹം നടന്നു, ഹാജിമിനെ നോക്കിയിട്ട്, ഹിജാമ ചെയ്യുന്ന ആളെ നോക്കിയിട്ട്. അങ്ങനെ അന്വേഷിച്ച് നടന്നു, കണ്ടു, ഹിജാമ ചെയ്തു, അയാൾക്ക് ഒരു ദീനാർ കൊടുത്തു, തിരിച്ചു വന്ന് അത് ഹദീസ് രേഖപ്പെടുത്തി. അത്രത്തോളം മുൻഗാമികൾ പഠിച്ച അമലുകൾ, പഠിച്ച ഇൽമുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മുടെ സലഫുകളെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇത്. അപ്പൊ നമ്മൾ ദീനിൽ നമ്മളൊരു കാര്യം പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അമലിൽ കൊണ്ടുവരണം. അതാണ് രണ്ടാമത്തെ കാര്യമായി ഷെയ്ഖ് സൂചിപ്പിച്ചത്, അൽ അമലു ബിഹി, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലൈഹി. അദ്ദഅവതു ഇലൈഹി, നമ്മൾ ഒരാൾ ഇൽമു പഠിച്ചു, പഠിച്ച കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. മൂന്നാമതായക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം ദഅവത്താണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് അയാൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അയാളുടെ കഴിവിന്റെ പരിധിയിൽപ്പെട്ട രൂപത്തിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇവിടെ 2-3 മസല ചർച്ച ചെയ്യാനുണ്ട്. ഒന്ന്, ദഅവത്ത് പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമാണോ, അതല്ല മറ്റുള്ളവർക്കും ബാധകമാണോ? എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങളെ അഭിപ്രായം എന്താണ്? എന്താ അഭിപ്രായം? അല്ലേ, ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ചുരുക്കി പറഞ്ഞുതരാം. ദഅവത്ത് പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമാണോ, മറ്റാരും ദഅവത്ത് ചെയ്യാൻ പറ്റൂലേ? ഒന്ന്. രണ്ടാമത്തത്, ഇനി പണ്ഡിതനല്ലാത്ത ഒരാൾ ദഅവത്ത് ചെയ്യുമ്പം അത് ആരായിരിക്കണം? അല്ലേ, നമ്മളിപ്പോൾ അറിയാത്തൊരു കാര്യക്കാർക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചുരുക്കി മനസ്സിലായിക്കോ. അപ്പോൾ പണ്ഡിതനായിട്ടേ ദഅവത്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നിരർത്ഥകമായൊരു വാദമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാദമാണ്. എന്തുകൊണ്ടെന്ന് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഉദാഹരണം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിന്റെ ഹദറത്തിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച ഉടനെ റസൂൽ എന്തായിരുന്നു അറിയോ? അദ്ദേഹത്തിന്റെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനറിയോ? ദഅവത്തിന് വേണ്ടി. അദ്ദേഹം പണ്ഡിതനാ? ഇല്ല, ഇസ്ലാം ചെറിയ പ്രായക്കാരനാണ്. ഇസ്ലാം സ്വീകരിച്ച ഉടനെ റസൂൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ഖൗമിലേക്ക്, മദീനയിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ കാണാം, മദീന നിവാസികൾ ഇസ്ലാം സ്വീകരിച്ച ഭൂരിപക്ഷവും മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ കൈകളിലൂടെയാണ് എന്ന്. വേറെ ചില സഹാബാക്കൾ, ഒരു സഹാബി അബ്ദുല്ലാഹി ബിൻ സല്ലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിയുടെ ഇസ്ലാം സ്വീകരിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഖൗമിലേക്ക് പോയി. യഹൂദിയായിരുന്നു അദ്ദേഹം. യഹൂദികൾ ഖൗമിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ 70ഓളം ആൾക്കാരെ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം മടക്കി കൊണ്ടുവന്നു. ഒന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇസ്ലാം ഖൈബർ യുദ്ധം കഴിഞ്ഞ് ഹിജറ 7-ാം വർഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ 6-ാം വർഷം, അഭിപ്രായ വ്യത്യാസമാണ്. ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഗോത്രം പിന്നെ ദൗസ് ഗോത്രമാണ്. ഉടനെ അദ്ദേഹം ഗോത്രത്തിലേക്ക് പോയി. അവിടെയുള്ള ഒരു പറ്റം യുവാക്കൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഇസ്ലാം സ്വീകരിച്ചു റസൂലുള്ളാഹിയുടെ കൂടെ മദീനത്തേക്ക് വന്നു. ഇവരൊന്നുമില്ല, പണ്ഡിതന്മാരായിട്ട് പോയതല്ല. ഇസ്ലാം സ്വീകരിച്ചു, അവരവരുടെ മാർഗത്തിലേക്ക് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ, പൂർണ്ണമായൊരു പണ്ഡിതന് മാത്രമേ ദഅവത്ത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും ദഅവത്ത് ചെയ്യലുണ്ടാവില്ല. കാരണം ആർക്കും സ്വമേധയാ ഒരു വാദമുണ്ടോ ഞാൻ പണ്ഡിതനാണെന്നുള്ളത്? ആർക്കും കൊണ്ടോ? അല്ല, ആരെങ്കിലും ഒരു പണ്ഡിതൻ അറിയപ്പെട്ട ഒരാൾ തന്നെ ദീനിന്റെ എല്ലാ ശാഖകളും പഠിച്ച ആളാണോ? അല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, 40ഓളം മസലകൾ ചോദിച്ചു. 40 മസലകൾ. ആ 40 മസലകളിൽ വെറും 4 മാത്രമേ അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. വെറും 4. ഇപ്പൊ വന്ന ആൾ അത്ഭുതത്തോടെ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ നിന്ന് പറയുമ്പോൾ മാലിക്കുണ്ട്, അദ്ദേഹത്തിലേക്ക് മടങ്ങിയാൽ മതി, നിങ്ങൾക്ക് ഇൽമു കിട്ടും. നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങളത്തേക്ക് മദീനത്തേക്ക് വന്ന് 40 മസലകൾ ചോദിച്ചിട്ട് നിങ്ങൾ വെറും 4 മസലക്ക് ഉത്തരം പറഞ്ഞത്, ബാക്കിക്കൽ അല്ലാഹു അലം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇമാം മാലിക് പറഞ്ഞു, നിന്റെ കൗമ ചോദിക്കും എന്തുകൊണ്ട് മാലിക് അങ്ങനെ മറുപടി പറയാം? അപ്പൊ പറഞ്ഞാൽ മതി, പിന്നെ മാലിക് ലാ യദ്രി, ഇമാം മാലിക്കിന് അറിയില്ല എന്ന് നീ പോയിട്ട് പറഞ്ഞോ. ഇമാം മാലിക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഞാൻ പൂർണ്ണ പണ്ഡിതനാണ്, എനിക്ക് മാത്രമേ ദഅവത്തിന് അധികാരം എന്ന് പറയുന്നത് ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ്?
നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച ഇൽമ എന്താണോ അതിലേക്ക് ദഅവത്ത് ചെയ്യണം. പൂർണ്ണ പണ്ഡിതനാണെന്ന് കാത്തിക്കണ്ട. നമ്മൾ പഠിച്ച ഇൽമ്, പിന്നെ ഞാൻ പഠിച്ചു അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കാര്യങ്ങൾ സാധിക്കൂല, നമ്മൾ ജാറങ്ങളിലേക്കും ഉറുക്കിലേക്കും അവലംബിക്കാൻ പാടില്ല, അതൊക്കെ ശിർക്കാണ്, ബാത്തിലാണ്, പാടില്ലാത്തതാണ്, ഏകനായ അള്ളാഹുലേക്ക് മാത്രമേ തിരിയാൻ പറ്റൂ എന്ന് പഠിച്ചൊരു മുവഹിദിന്റെ ബാധ്യതയാണ് ആ തൗഹീദ് മറ്റുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലെ? നമ്മൾ പഠിച്ച കാര്യം എന്താണോ നമ്മൾ പഠിച്ചത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, നമുക്കറിയാത്ത കാര്യത്തേക്ക് ദഅവത്ത് ചെയ്യാൻ പാടില്ല. അല്ലേ? ബുദ്ധിമുട്ട് യോജിക്കുന്ന കാര്യം തന്നെയല്ലേ അത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ദഅവത്ത് ചെയ്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ? പാടില്ലാത്ത, രണ്ടും ബാത്തിലാവും. അല്ലേ? നമ്മൾ നാലിലും മുതിലും ആവും. പേച്ചുമ്പോൾ മറ്റുള്ളവർ പേപ്പിക്കുന്നവരുമായിരിക്കും. അപ്പം പിന്നെ ദഅവത്ത് ചെയ്യാൻ പൂർണ്ണ പണ്ഡിതനാകണം എന്നൊന്നും ഷർത്തില്ല. നമ്മൾ പഠിച്ച കാര്യം എന്താണോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അതാണ് ദഅവത്തിന്റെ രീതിശാസ്ത്രം. നിങ്ങൾ ഹിക്മത്ത് കൊണ്ടും, അതായത് സുന്നത്ത് കൊണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ കൊണ്ട് എന്താണോ പഠിച്ചത് അത്, വൽ മൗഇദത്തിൽ ഹസന, സാരസമ്പുഷ്ടമായ ഉപദേശത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദഅവത്ത് ചെയ്യാം. പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പൊ ദഅവത്തെ സംബന്ധിച്ച് നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഓരോരുത്തർക്കും അവര് പഠിച്ച ഇൽമിൽ ദഅവത്ത് ചെയ്യൽ അനിവാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കൈകളിലൂടെ ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ചാൽ പിന്നെ ചുവന്ന ഒട്ടകങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് അത് എന്ന് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അതിന്റെ അർത്ഥം, നമ്മൾ പഠിച്ച കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ദഅവത്തിന് വേണ്ടി ഇറങ്ങുക. അതാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലെ? നമ്മൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്നാണല്ലോ. അപ്പൊ സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. വേറെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ ദഅ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ഒരാളൊരു കാര്യം മനസ്സിലാക്കുകയും എന്നിട്ട് ആ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്താൽ, ആ ക്ഷണിക്കപ്പെട്ട ആള് ആ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് അതിലേക്ക് ക്ഷണിച്ച ആൾക്കും കൂലി കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മളൊരാളെ ദഅവത്ത് ചെയ്തു, അയാൾ തൗഹീദിലേക്ക് വന്നു, തൗഹീദ് സ്വീകരിച്ചു, അയാളുടെ കൂലി നമുക്കും കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, ഒരു കുറവും സംഭവിക്കാതെ പരിപൂർണ കൂലി നമുക്കും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ കടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നിർബന്ധമായ കാര്യം, ഒന്ന് ഇൽമാൻ, രണ്ട് അമലാൻ, മൂന്ന് അദ്ദഅവതു ഇലൈഹി, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ആ കാര്യത്തിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങൾ. നാലാമത്തെ കാര്യം അസ്സബ്റു അലൽ അദാ ഫീഹി. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള നാലാമത്തെ കാര്യം, നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട നാലാമത്തെ കാര്യം, അസ്സബ്റു അലൽ അദാ ഫീഹി. തീർച്ചയായും നിങ്ങൾ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും, കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും. അത് കേൾക്കുമ്പോൾ ആ ഉപദ്രവത്തിൽ നിങ്ങൾ ക്ഷമ കൈകൊള്ളുക. അതാണ് നാലാമത്തെ കാര്യം. കാരണം ദഅവത്ത് എന്ന് പറയുന്നത് അത് അമ്പിയാക്കളുടെ ജോലിയാണ്. ദഅവത്ത് ചെയ്യുന്നവർ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണ്. അപ്പൊ അമ്പിയാക്കൾ എല്ലാവരും അവരുടെ ജോലിയിൽ ദഅവത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആരും പരവതാനി വിരിച്ചോ പൂച്ചെണ്ടുകൾ നൽകിയോ ഒരു പ്രവാചകനും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ചരിത്രം അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലേ കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ഈർച്ചവാൾ കൊണ്ട് 2 കഷ്ണങ്ങളാക്കി കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരുണ്ട്. കുടുംബസമേതം ചുട്ട് കരിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. പല രൂപത്തിലും കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരുണ്ട് ദീനിന്റെ മാർഗത്തിൽ. ഇതൊക്കെ അവരെ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ സഹിക്കേണ്ടി വരും. ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു, ആർക്കും തർക്കമില്ലാത്ത വ്യക്തിയായിരുന്നു. ഒരാൾക്കും മോശപ്പെട്ട ഒരു അഭിപ്രായം റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നില്ല. 40 വയസ്സ് വരെ മക്കക്കാരനാണ്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ കാണാം, അവര് വദിയത്തിന്റെ വസ്തുക്കൾ റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് യാത്ര പോയിരുന്നത്. കാരണം അവര് യാത്ര പോകുന്ന സമയം അവരുടെ വസ്തുക്കൾ, പൊന്നും പണ്ടങ്ങളൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ടാ പോവാ, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ പോലെ കെട്ടുറപ്പുള്ള വീടുകളൊന്നും അല്ലല്ലോ. അപ്പൊ കൊടുക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ ആയിരുന്നു. അത്ര വിശ്വസ്തനായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. 40 വയസ്സിന് ശേഷം റസൂലുള്ളാഹി തങ്ങളെ പോലത്തെ കദ്ദാബ്, റസൂലുള്ളാഹി തങ്ങളെ പോലത്തെ സാഹിർ വേറെ ഇല്ലാന്നല്ല അവര് പറഞ്ഞേ. റസൂലുള്ളാഹിനെ മജ്നൂനാക്കിയില്ലേ?
എന്തുകൊണ്ട്? ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങും. അത് സ്വാഭാവികമാണ്. അപ്പൊ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ പല രൂപത്തിലാണ്. ഒന്നാമത്തെ ക്ഷമ താഅത്തുല്ലാഹ്, അള്ളാഹിനെ അനുസരിക്കുന്നതിൽ ക്ഷമ കൈകൊള്ളുക. ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ഫജ്റിന് എഴുന്നേൽക്കുകയാണ്, നല്ല മഴ, നല്ല കാലാവസ്ഥ, നല്ല ഉറക്കം പിടിക്കുന്ന സമയം. അദ്ദേഹത്തിന് വേണമെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആഗ്രഹം അനുസരിച്ച്. പക്ഷേ അവിടെ ഫജ്റിന് പള്ളിയിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഖങ്ങൾ വെടിഞ്ഞ് അതിൽ ക്ഷമ കൈകൊള്ളുക, അതാണ് ഏറ്റവും മർത്തബ കൂടിയ ക്ഷമ. താഅത്തുല്ലാഹ്, അള്ളാഹിനെ അനുസരിക്കുന്നതിലെ ക്ഷമ ഒന്ന്. അതേപോലെ ഒരാളെ മുവഹിദായി, അള്ളാഹിനെ ഏകനായി അംഗീകരിച്ചു, അതിന്റെ പേര് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു, അതിലേക്ക് അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അതിൽ ക്ഷമ കൈകൊള്ളുക. അതാണ് ടോപ്പ്, ഏറ്റവും ദറജ കൂടിയ ക്ഷമ എന്ന് പറയുന്നത്. രണ്ടാമത്തത് തിന്മ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. തിന്മ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ അതെങ്ങനെയാ? ഒരാൾക്ക് സാഹചര്യം അനുകൂലമായി വന്നു, ആ തിന്മ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങൾക്കും അയാൾക്കുണ്ട്, പക്ഷെ നമ്മുടെ ശരീരം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മളത് ചെയ്യാതെ മാറി നിന്ന ക്ഷമ കൈകൊണ്ട്. അതാണ് പ്രത്യേകം പറഞ്ഞ ഒമയ്യത്തഖി വയസ്ബിർ, തിന്മയിൽ നിന്ന് സൂക്ഷിക്കുകയും ക്ഷമ കൈകൊള്ളുകയും ചെയ്താൽ. കാരണം മനുഷ്യൻ ശരീരം ആഗ്രഹിക്കുന്നത് തിന്മ ചെയ്യാനാണ്. അപ്പൊ ആ തിന്മ ചെയ്യാതെ ശരീരത്തെ മാറ്റി നിർത്തിയാൽ, ഒരാൾ 10 കോടി രൂപ കൊണ്ട് തന്നു, എന്നിട്ട് പറഞ്ഞു ഇത് പലിശന്റെ പൈസ തന്നെ എടുത്തോ, നമ്മുടെ സമ്പത്തിന്റെ പലിശ 10 കോടി വന്നു, ദുർബല മനസ്സാണ് നമ്മൾ സ്വീകരിക്കും, കാരണം പൈസ അല്ലേ, പിന്നെ തൗബ ചെയ്യാം എന്ന് മനസ്സിലാക്കും. പക്ഷെ അവിടെയാണ് നമ്മൾ അത് മാറ്റി നിർത്തി ക്ഷമ കൈകൊള്ളാൻ തയ്യാറാകേണ്ടത്. അതിനാണ് തിന്മയിൽ നിന്നുള്ള ക്ഷമ എന്ന് പറയുന്നത്. തിന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മാറിക്കാനുള്ള ക്ഷമ. ഇതാണ് രണ്ടാമത്തെ മർത്തബ. മൂന്നാമത്തെ ക്ഷമയാണ് നമുക്ക് മസായിബുകൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമ കൈകൊള്ളുക എന്നുള്ളത്. രോഗം വന്നു, കച്ചവടം നഷ്ടത്തിലായി, മക്കൾ മരണപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമ കൈകൊള്ളുക, അത് മൂന്നാമത്തെ ദർജയാണ്. അങ്ങനെ 3 കാറ്റഗറിയായിട്ടാണ് പണ്ഡിതന്മാര് ക്ഷമയെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒന്നാമത്തത് വരുന്നതാണ് അദ്ദഅവതു ഇലൈഹി, അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമ കൈകൊള്ളുക പ്രയാസങ്ങൾ നേരിടുമ്പോൾ. കാരണം അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് ഉണ്ടാകുകയും ചെയ്യും. കാരണം അത് ചരിത്രം അതിന് സാക്ഷിയാണ്. മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരും അവരുടെ ഖൗമിലൂടെ ആക്രമിക്കപ്പെടാതെ പോയിട്ടില്ല അവർ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ മാർഗം പിൻപറ്റിട്ടുള്ള, അതിനെ തുടർന്ന് ജീവിക്കുന്ന ആൾക്കാർ അവരും തീർച്ചയായും ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് 4ാമത്തെ കാര്യം. ഇതാണ് 4 കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അൽ ഇൽം, അറിവാണ്. അറിവിൽ 3 കാര്യങ്ങൾ: മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തു നബിയിഹി, അതേപോലെ മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. രണ്ടാമത്തത് അൽ അമലു ബിഹി, നമ്മൾ പഠിച്ച കാര്യം അമൽ ചെയ്യുക. മൂന്നാമത്തത് അദ്ദഅവതു ഇലൈഹി, നമ്മൾ പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അതിന്റെ പ്രബോധകനായി മാറുക. 4ാമത്തത് ആ പ്രബോധന വീതിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാകുക. ഈ 4 കാര്യങ്ങളാണ് നിർബന്ധമായും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖുൽ ഇസ്ലാം ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ കിതാബാണ്, പണ്ഡിതന്മാർക്കുള്ളതല്ല. കാരണം ഇത് ഉസൂലിയായ കാര്യങ്ങളാണ്, അടിസ്ഥാനപരമായി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സാധാരണക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷെയ്ഖ് ഈ കിതാബ് എഴുതുന്നത്. കിതാബ് തുടക്കത്തിൽ പറയുകയും ചെയ്ത് യജിബു അലൽ ഇൻസാൻ, എല്ലാവർക്കും നിർബന്ധമാണ്. അതായത് അവിടെ പണ്ഡിതന് വേർതിരിച്ചിട്ടില്ല, പണ്ഡിതനല്ലാത്തതെന്ന് വേർതിരിച്ചിട്ടില്ല, എല്ലാവർക്കും ബാധകമാണ് 4 കാര്യങ്ങൾ. അതിലെന്ത് പെട്ടു? ദഅവത്തും പെട്ടു. ഇപ്പൊ നമുക്ക് അനിവാര്യമായ കാര്യങ്ങൾ പഠിക്കുകയും എന്നിട്ട് അതിലേക്ക് അത് അമൽ ചെയ്യുകയും അതിലേക്ക് ദഅവത്ത് ചെയ്യലും ഓരോരുത്തർക്കും നിർബന്ധമാണ്. നമ്മൾ അറിയുന്ന കാര്യം നമ്മൾ ദഅവത്ത് ചെയ്യണം. അതിന് പണ്ഡിതനാകണം എന്ന ഷർത്ത് നിരർത്ഥകമാണ് എന്നാണ് നമുക്കിന്ന് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അടുത്ത വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദലീലുകളും തെളിവുകളൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച. അള്ളാഹു ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.